ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, എവിടെ നിന്നോ ഇവിടെ വന്നു, ഇവിടെ നിന്ന് ഇനി മറ്റൊരിടത്തേക്ക്. എന്നാ പോട്ടെ, എങ്ങനെ സമയം ഇങ്ങനെ അടുത്തില്ലേ, ഒരുപാട് ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചാച്ച നോക്കിക്കോളും. പോരാ, എനിക്കൊന്ന് ഒരുങ്ങണം. കുറച്ച് കടങ്ങൾ അതൊന്ന് വീട്ടണം. ഒരു പുതിയ തുടക്കമാകുമ്പോ ഒന്നും ബാക്കി വെക്കാൻ പാടില്ലല്ലോ. ഞാനും വരട്ടെ. എങ്ങോട്ട്? അപ്പോട്ടും പോകുന്നിടത്തേക്ക്. വേണ്ട, നീ കൂടെ വന്നാൽ എനിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിലോ? അങ്ങനെയായ പിന്നെ ഇവിടുത്തെ കുറെ ബാധ്യതകൾ ഒക്കെ പ്രശ്നമാവില്ലേ? അപ്പോട്ടിന് എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കിപ്പോ ഒന്നും മനസ്സിലാവില്ല, ഒന്നും. സലോമേ, നിനക്ക് കുറച്ച് തുണിയെടുത്തു. ഈ നാശം വെച്ച നന്ന കാശ് അച്ഛൻ വാങ്ങിച്ചു വച്ചിരിക്കുക. അറിയാലും നന്നായി. എന്റെ ഇരുന്നാ ശരിയാവുക. നിനക്കെന്നാ ഒരു വല്ലായ്മ? അപ്പു പോയനാ? അവരിങ്ങി വരത്തില്ലേടി? ചാച്ചന് തുണിയൊന്നും എടുത്തില്ലേ? ഓ, എനിക്കെന്നാത്തിനാ, ഇതൊക്കെ മതി. നീ തുണികളെ കൊള്ളാമെന്ന് നോക്കി. ചാച്ചന് തുണി എടുക്കാനൊന്നും അറിയാൻ മേല. മോളെന്നെ വഴക്ക് പറയല്ലേ. ചാച്ചന് കുടിക്കാതിരി വെള്ളം ഇങ്ങി എടുത്തേ. ചെല്ലേ. നല്ല കടുപ്പത്തിൽ ചായ ഇങ്ങനെ. മോടെ കല്യാണമൊക്കെ എവിടം വരെ ആയിട്ടാക്കെ? ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കോൺട്രാക്ടർ തന്നെയാണോ ചെറുക്കനൊന്നും ചോദിച്ച പിള്ളാച്ച? ഇത്താക്കിന്റെ മോക്കൊരു കല്യാണം തീരുമാനിച്ചാൽ അത് നടക്കും. ഈ പരദൂഷണം പറഞ്ഞു നടക്കുന്ന ചെറ്റകളൊക്കെ എന്റെ പുരയെ വന്ന് ഞണ്ണിയേച്ച് പോന്ന് ഞാൻ കാണിച്ചു തരാൻ പിള്ളാച്ച. അങ്ങനെ വെറുതെ മനക്കോട്ട കെട്ടിക്കൊണ്ടിരുന്നു. അപ്പു ഇനി വരത്തില്ല. ഈ കല്യാണം ഒട്ട് നടക്കാനും പോണില്ല. എന്നോടുള്ള ദേഷ്യം കാട്ടേണ്ടത് കണ്ടുപിടിച്ച് അവരെടുത്തല്ലേ? അതാ ആണത്തം. എനിക്ക് വേണ്ട. ചാച്ചന് തന്നെ പറ്റി? ഇന്നും മടയിലും പോയില്ല. പിന്നെ പോകാൻ വേണ്ടി അല്ലേലും ചോദിക്കുക. വൈകിട്ട് കവലയിലോട്ട് ഇറങ്ങിയതുമില്ല. ചാച്ചൻ എന്നെ ആലോചിക്കുന്നേ? ഓ, ഒന്നുമില്ല. അല്ല, ചാച്ചൻ എന്തോ പറ്റിട്ടുണ്ട്. അത് ദേഹത്തിനൊരു വല്ലായിക പോലെ. കുറച്ച് ചുക്കാപ്പ് ഇടട്ടെ ചാച്ച? വേണ്ട, നീ പായിങ്ങെടുക്ക്, ഞാൻ വരാന്തേ കിടന്നോളാം. വേണ്ട വേണ്ട, നല്ല മഞ്ഞുണ്ട്. ചാച്ചൻ അകത്ത് കിടന്നാ മതി. അതൊന്നും സാരമില്ല മോളെ. കരയല്ലേ മക്കളെ, നമുക്ക് ചാച്ചനല്ലേ. നീ കാര്യം എന്താന്ന് വെച്ച് പറയണേ. എന്റെ കല്യാണമാ. തീയതി നിശ്ചയിച്ചു? അങ്ങനെയൊന്നുമില്ല, ഞാനിങ്ങ് പോവാ. ആളെ നിനക്കറിയാം, ജോസൂട്ടി. എന്റെ പുറകെ ഒരുപാട് നടന്നു. അന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കി അയാൾക്ക് എന്നോടുള്ള സ്നേഹം. എല്ലാരും സാറേ കാണുന്ന കണ്ണുകൊണ്ട് എന്നെ നോക്കിയപ്പോ അയാൾ ശരിക്കും എന്നെ സ്നേഹിക്കായിരുന്നു. ഒരുപാട് ചീത്തത്തരങ്ങളുള്ള ആളാണ് ജോസൂട്ടിന്ന് എല്ലാരും പറയും. പക്ഷേ എന്നെ ഒന്ന് തൊടാൻ പോലും അയാൾ ഒരിക്കലും കൂട്ടാക്കിയിട്ടില്ല. നമ്മളെ സ്നേഹിക്കുന്നവരെക്കാൾ നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നാം വിശ്വസിക്കേണ്ടത്. അല്ലേടി? എപ്പോഴാ പോവാ? ഇന്ന് രാത്രി വണ്ടിക്ക്. എവിടെയാ ഉള്ളതെന്ന് വെച്ചാ ഞാൻ കത്തയക്കാം. നിന്റെ കല്യാണം അറിയിക്കണം. ഞങ്ങൾ വരും. എവിടെയായിരുന്നാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്താച്ചയുടെ ഇതുവരെ പോയില്ലേ? ഇല്ല. അപ്പോ എന്ന് വരുമെന്ന് അറിയോ നിനക്ക്? ആ, ഈ
ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നത് അപ്പോഴൊരു പതിവാ. എവിടെ പോയെന്നറിയൂ? ഛേ, കണക്ക് മുഴുവൻ തെറ്റി. ആ, ഇത്താകൻ എന്നെ ചോദിച്ചേ? ഏയ് ഒന്നുമില്ല. നീ ഇപ്പൊ ഇറങ്ങുന്നുണ്ടോ? ആ, ഇല്ല. ഇത്താക്കൻ നടന്നോ? സരോബിയേ, എന്താ മക്കളെ എണീക്കാത്തെ? പാല് കൊണ്ടുപോയി കൊടുക്കണ്ടായോ? നിനക്കെന്നാ ഒരു വല്ലായിക? പനിയുണ്ടോ? ഇല്ല ചാച്ച, എനിക്കൊന്നുമില്ല. മതി ചാച്ച. കിടന്നു. നീ എങ്ങോട്ട് പോവാ? ആ, ഞാൻ തിരിച്ചു പോവാ. ഇനി അപ്പോട്ടം വരുമെന്ന് എനിക്ക് തോന്നല്ല. നിക്ക്, അപ്പു എവിടെ ഉണ്ടെന്ന് നിനക്കറിയാമോ? ആ, പോയിട്ട് ഇതുവരെ ഒരു വിവരമില്ല. എങ്ങോട്ടാ പോണെന്ന് പറയൂല. ഇത് പതിവാ. അല്ല, അപ്പോ കല്യാണത്തിന്റെ കാര്യം? ഓ, അത് നടക്കുമെന്ന് ഇനി തോന്നില്ല. ചെല്ലുന്നിടത്തൊക്കെ ഓരോ കുറ്റിവെക്കുക അപ്പുവേട്ടന്റെ പതിവാ. ഇതും അത് തന്നെ. ഇവിടെ ബഹളം വെച്ച നാണക്കേട് ഇത്താക്കിയിരുന്ന അധികം ആളുകൾ അറിയുന്നതിന് മുമ്പ് മോക്കൊരുത്തനെ കണ്ടുപിടിക്കാൻ നോക്ക്. അതാ നല്ലത്. ഇതെന്നാ ചാച്ച? എനിക്കെവിടെയൊക്കെയോ തെറ്റിപ്പോയതുപോലെ വെറുതെ ഓരോന്ന് വിചാരിച്ചു. നിന്നെ കൊണ്ട് വെറുതെ ഓരോന്ന് ആശിപ്പിച്ചു. പലരും പറയുന്നത് കേൾക്കുമ്പോ എനിക്കും തോന്നുന്നു എന്തോ ഒരു പന്തികേട്. പറ മോളെ, നമുക്ക് ഇനിയും സമയമുണ്ട്. പറ, അപ്പുവിനെ തന്നെ വേണോ? എല്ലാം അറിഞ്ഞുകൊണ്ട് ആശിപ്പിച്ചിട്ട് എന്താ ചാച്ച ഇങ്ങനെ? ചാച്ചൻ ഇത്രയും കാലം ഒന്നിനും ആരുടെ മുമ്പിലും തല കുനിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ അത് വേണോ മോളെ? എനിക്ക് എനിക്ക് പറ മോളെ. വേണം. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് എനിക്ക് അപ്പോട്ട് വേണം ചാച്ച. സലോമി!